മതമൗലികവാദികളുടെ ഭീഷണിക്ക് വഴങ്ങി പി.സി. ജോർജിനെതിരെ സർക്കാർ കേസെടുത്തത് അന്യായമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ചാനൽ ചർച്ചയിൽ സംഭവിച്ച നാക്കുപിഴയ്ക്ക് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞിട്ടും വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ല. പി.ജെ. ജോസഫ് മാഷിനെതിരെ വി.എസ്. സർക്കാർ കേസെടുത്തതിന് സമാനമാണ് ഇപ്പോൾ പി.സി. ജോർജിനെതിരെ പിണറായി സർക്കാർ കേസെടുത്തത്. ഇതിന്റെ ധൈര്യത്തിലായിരുന്നു തീവ്രവാദികൾ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. പി.സിക്കെതിരെയും ഇത്തരത്തിലാണ് മതമൗലികവാദികൾ കൊലവിളി മുഴക്കുന്നതെന്നും കെ. സുരേന്ദ്രൻ തുറന്നടിച്ചു. അതേസമയം വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത്. ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം എന്നിവയ്ക്കാണ് കേസ്. വിവാദമായതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ പി.സി. ജോർജ് മാപ്പ് പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനിയെയും കൊന്നുവെന്നുമായിരുന്നു വിവാദ പരാമർശം. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ജോർജ് ചർച്ചയിൽ പറയുകയുണ്ടായി. പി.കെ. കുഞ്ഞാലിക്കുട്ടി, കെ.ടി. ജലീൽ, എസ്.ഡി.പി.ഐ, ജമാഅത്ത് ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും ജോർജ് ചർച്ചയിൽ ആരോപിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ സഹിതമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി, വെൽഫെയർ പാർട്ടി, എസ്.ഡി.പി.ഐ, പി.ഡി.പി തുടങ്ങിയ സംഘടനകൾ പരാതി നൽകിയത്. 7ഓളം പരാതികളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കാതെ പോലീസ് ഒത്തുകളിച്ചതും വാർത്തയായിരുന്നു. പരാതി നൽകി 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യൂത്ത് ലീഗ് പ്രതികരിച്ചിരുന്നു. പെരുമ്പാവൂരിൽ എസ്.ഡി.പി.ഐയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ജോർജിനെ സംരക്ഷിക്കുന്ന പോലീസ് സമീപനത്തിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും നടപടികൾ കടുപ്പിക്കുമെന്ന് വിവിധ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ പരാമർശം നടത്തി 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന പരാമർശം പിൻവലിക്കുന്നതായി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയായിരുന്നു. വേദനിക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പി.സി. പോസ്റ്റിൽ കുറിച്ചിരുന്നു. മുൻപ് സ്ത്രീവിരുദ്ധ പ്രസംഗം നടത്തിയ പി.സിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിരുന്നു. എം.എസ്.എഫ് സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖ് നൽകിയ പരാതിയിലായിരുന്നു നടപടി. കോഴിക്കോട് നടന്ന എൻ.ഡി.എ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മാഹിയിലെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് പി.സി. ജോർജ് പരാമർശം നടത്തിയത്. പ്രസംഗം വിവാദമായതിനു പിന്നാലെ പോലീസ് കേസെടുക്കുകയായിരുന്നു.